മ്യൂസിയം ഒരു മ്യൂസിയം ആണല്ലേ അത്? ഏത്? ആ കാര്യമില്ല, റൗള കണ്ടില്ലാന്ന് പറഞ്ഞിട്ട് കാണാൻ വിധിന്റെ കാണും. ഉണ്ട് ഉണ്ട് ഉണ്ട്. അങ്ങോട്ടാ? ആ ൊരു കിണറുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പലപ്പോഴും ഇവിടെ വരാറും ഈ കിണറിൽ നിന്ന് വെള്ളം കുടിക്കുകയും അതിന്റെ പരിസരത്തൊക്കെ ഇരിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ വന്ന് മദീനയിലേക്ക് എത്തി 10 വർഷം കഴിഞ്ഞ് റബീഉൽ അവ്വൽ 12-നാണ് ആര് വഫാത്താകുന്നത്? ഏതായാലും ദിവസം എന്നറിയോ? തിങ്കളാഴ്ച ദിവസം. തിങ്കളാഴ്ച അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായപ്പോൾ സഅദ് ബിൻ ഉബാദ എന്ന് പറയുന്ന അൻസ്വാരിയായ ഒരു സ്വഹാബി, സഅദ് ബിൻ ഉബാദ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മദീനക്കാരായ ആളുകളൊക്കെ ഇവിടെ ഒരു യോഗം ചേർന്നു. മദീനക്കാര് മാത്രമേ ഉള്ളൂ, മക്കയിൽ നിന്ന് വന്ന ആരുമില്ല. അവരെല്ലാവരും അൻസാറുകൾ മാത്രം ഒരു യോഗം ചേർന്നിട്ട് നിബിധങ്ങൾ വഫാത്തായല്ലോ, ഇനി മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു നേതാവ് വേണം, അതുകൊണ്ട് അത് ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള ആ ഒരു തീരുമാനം അവര് മാത്രം കൈക്കൊള്ളുക. ഈ വിവരം ആരറിഞ്ഞു? റളിയല്ലാഹുവും ഉമർ റളിയല്ലാഹുവും പറയുകയും അവർ ഓടി വന്ന് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ നല്ലൊരു കൂടിയാലോചന യോഗം നടക്കുക. അൻസാറുകൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സഹായികളാണ്, അതുകൊണ്ട് ഇനി ഒരു ഖലീഫ എന്താകണം? ഞങ്ങളിൽ നിന്ന് വേണം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, അതല്ലെങ്കിൽ ഞങ്ങളിൽ നിന്നും ഒരു ഖലീഫ, നിങ്ങളിൽ നിന്നും ഒരു ഖലീഫ, അങ്ങനെ ആയിക്കാം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവിടെ സദസ്സിലുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് ഒരു മനോഹരമായ പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിൽ മുഹാജിറുകളുടെ മഹത്വം പറഞ്ഞു. കുടുംബവും നാടും വീടും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ച് മക്കയിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ദീനിന് വേണ്ടി 500 ചില്ലറ കിലോമീറ്റർ നടന്നു വന്ന മുഹാജിറുകളുടെ മഹത്വം പറഞ്ഞു. ആ മഹത്വം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച അൻസാറുകളായ ആളുകൾ എത്രത്തോളം സന്തോഷത്തിലാണ് സ്വീകരിച്ചത്? ഈ മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നൻ തൻ്റെ സമ്പത്ത് പകുതിയാക്കിയിട്ട് പകുതി ആർക്ക് കൊടുക്കുക? മക്കയിൽ നിന്ന് വന്ന ആൾക്ക് കൊടുക്കാന്ന് പറയാം. തൻ്റെ 2 ഭാര്യമാരിൽ ആരെയാണോ ഇഷ്ടമുള്ളത് അവളെ ത്വലാഖ് ചൊല്ലി മറ്റൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക എന്ന് പറയാം. ഇതൊക്കെ അറിഞ്ഞ ബഹുമാനപ്പെട്ട മുഹാജിറുകളെ സഹായിക്കാൻ തയ്യാറായ അൻസാറുകളുടെ മഹത്വം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനോഹരമായി വിശദീകരിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മക്കക്കാരെന്ന് പറഞ്ഞാൽ ഖുറൈശികളാണ്. ഖുറൈശികളുടെ പ്രത്യേകത എന്താണെന്നറിയാം? അവർ വേറെ ഒരാളെ നേതൃത്വം അംഗീകരിക്കൂല. കാരണം മക്കയിലെ ഏറ്റവും പ്രബലമായ ഗോത്രം ഖുറൈശി ഗോത്രമാണല്ലോ. അതുകൊണ്ട് ഖുറൈശികളിൽ നിന്നും ഒരു ആര് വരട്ടെ, ഭരണാധികാരി വരട്ടെ, അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ കാണുന്നത് ഉമർ ബിൻ ഖത്താബിനെയാണ് 1ാമത്തെ ഖലീഫയായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞ് ആര്? ഉമർ റളിയല്ലാഹു അൻഹു കൈ പിടിച്ചു. നമുക്ക് ഇവിടെ വെച്ചിട്ടാ ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു അറിയോ? ഞാൻ ഖലീഫയാകുന്നതിനേക്കാൾ ഏറ്റവും വലിയ യോഗ്യത ആർക്കാ? അബൂബക്കറിനാണ്. കാരണം സ്വർഗത്തിന്റെ 8 വാതിലും വിളിക്കുന്ന മനുഷ്യനാരാ? അബൂബക്കറാ. സ്വർഗത്തിന് 8 വാതിലാണുള്ളത്. ആ 8 വാതിലും ഒരേ സമയം വിളിക്കും, അബൂബക്കറെ ആദാ ഖൈറ്, നിനക്ക് ഏറ്റവും ഉത്തമം ഏതാണ്? ഇതിലൂടെ വന്നോ എന്ന് പറയും. അതിലൂടെ കയറാൻ നേരത്ത് ബാബു സ്വതക്ക വിളിച്ചു പറയും, അബൂബക്കറെ നിനക്ക് ഉത്തമ സ്വതക്കയുടെ വാതിലാണ്, നീ ഇതിലൂടെ വന്നോ എന്ന് പറയും. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ഇതിലൂടെ കയറാൻ നിൽക്കിയിരിക്കും. അപ്പോൾ ബാബു റയ്യാൻ വിളിച്ചിട്ട് പറയും, അബൂബക്കർ അതിനെ പോണ്ട, നിനക്ക് ഉത്തമം ഏതാണ്? ഈ വാതിലാണ്. അങ്ങനെ സ്വർഗത്തിന്റെ 8 വാതിലും വിളിക്കുന്ന മനുഷ്യനാരാ? അബൂബക്കറാണ്. അതുകൊണ്ട് അബൂബക്കർ അങ്ങാണ് യോഗ്യൻ എന്ന് പറയുമ്പോൾ മാത്രമല്ല, മസ്ജിദുൻ നബവി പ്രവാചകൻ പനി പിടിച്ച് കിടക്കുക, അതുവരെ അവിടുത്തെ ഇമാമാരാ? നിബിധങ്ങളാണ്. പക്ഷെ നിബിധങ്ങൾ പനി പിടിച്ച് കിടന്നപ്പോൾ അത്രയും സ്വഹാബാക്കൾ ഉണ്ടായി. നിബിധങ്ങൾ എന്ത് പറഞ്ഞു? അബൂബക്കറെ ഈ സംസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ്? അബൂബക്കറാണ് യോഗ്യൻ.
4 ആളുകൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ ഏറ്റവും ഉത്തമം ആരാണ്? അബൂബക്കറാണ് ഏറ്റവും ഉത്തമൻ, സ്വർഗത്തിന് ഏറ്റവും ഒന്നാമൻ ആരാണെന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞ ആരാണ്? അബൂബക്കറിനാണ്. പിന്നീട് പറഞ്ഞെന്താ? ഞാൻ സ്വർഗത്തിൽ കടന്നാൽ പിന്നീട് ആദ്യം സ്വർഗത്തിൽ കടക്കുന്ന മനുഷ്യനാരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഞാൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യം ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നവൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അങ്ങനെ എല്ലാം കൊണ്ടും നിബിതങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ ഉദ്ദേശിച്ചപ്പോൾ 100 കണക്കിന് ആളുകൾ മക്കയിൽ ഉണ്ടായിട്ട് നിബിതങ്ങൾ കൂടെ കൂട്ടിയത് ആരെയാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിബിതങ്ങൾ പറഞ്ഞു, അബൂബക്കറെ നമുക്ക് ഹിജറ പോകാൻ സമയമായി എന്ന് പറഞ്ഞപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിയാൻ തുടങ്ങി. നിബിതങ്ങൾ ചോദിച്ചു, വീടും കുടുംബവും ഭാര്യയും സമ്പത്തും ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകുന്ന ആ വിഷമമൂർത്താണോ കരഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ പറഞ്ഞു, എത്ര ഈ ആകാശത്തിൻ്റെ തിക്കിയിൽ മുഹമ്മദിനോട് കൂടെ എന്നെ ചേർത്ത് പിടിച്ചതിലുള്ള സന്തോഷം കൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഏറ്റവും വലിയ യോഗ്യൻ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് ബഹുമാനപ്പെട്ട ആര് പറഞ്ഞു? റളിയല്ലാഹു അൻഹു പറയുകയും അങ്ങനെ ഖലീഫയായി ഒന്നാമത്തെ ഖലീഫയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നേരെ മദീനത്തെ പള്ളിയിൽ വന്നു, മിമ്പറിൽ കയറി സത്യപ്രതിജ്ഞ ചെയ്തു. ആളുകളൊക്കെ ബൈഅത്ത് ചെയ്തിട്ട് തിങ്കളാഴ്ച നിബിതങ്ങളും വഫാത്തായി. ചൊവ്വയും കഴിഞ്ഞ് ബുധനാഴ്ചയാണ് പിന്നെ ആര് മറവ് ചെയ്യുന്നത്?